എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സോയാ ചങ്ക്സിൻ്റെ കറിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം സോയ ചങ്ക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നികര വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. സോയ ചങ്ക്സ് ഉണ്ടാക്കാത്തവരാരുമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഈ രീതിക്ക് ഒന്ന് കണ്ടു നോക്കൂ. 5 മിനിറ്റ് കഴിഞ്ഞു. നല്ലതുപോലെ തിളച്ച് വന്ന സോയ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി അത് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് കട്ട് ചെയ്ത് വരാം ചൂടാറിയതിന് ശേഷം. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കട്ട് ചെയ്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ആ എണ്ണയിൽ മാത്രം. അതായത് അതിൻ്റെ പച്ചച്ചുവ വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. സോയയുടെ മണം നമുക്കറിയാലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതേമാതിരി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഘട്ടത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കാം. ആ സോയ ചങ്ക്സ് അതിൽ തന്നെ ഇരിക്കട്ടെ. ഇതേ ഘട്ടത്തിൽ മതി. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു വലിയ സവോള ഇതുപോലെ പൊടിയായി അരിഞ്ഞതും, ഒരു 5-8 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മസാലയ്ക്ക് കണക്കാക്കിയിട്ടുള്ള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു വിധം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇനി ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു വലിപ്പമുള്ള ഒരു തക്കാളി തന്നെ നല്ലതുപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം, ദോശ, ചപ്പാത്തി, പൊറോട്ട എല്ലാറ്റിനും ഇത് കഴിക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുകൂടി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതേ വലിപ്പത്തിൽ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സോയ മാത്രമല്ല, ഇടയിൽ ഒരു ക്യാരറ്റ് കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു രുചി ഉണ്ടാവും. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. എന്നതിന് ശേഷം നമ്മളിനി അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണിലധികം മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ അത് നല്ലതുപോലെ ഇട്ട് നല്ലതുപോലെ പച്ചമണം പോളം ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോയ ചങ്ക്സിന് നമ്മൾ നല്ലപോലെ എരിവും മസാലകളൊക്കെ ചേർന്നാൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇതേ പരുവത്തിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആ ക്യാരറ്റൊക്കെ ഒന്ന് ശരിക്കും വെന്ത മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത സോയ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാരറ്റും സോയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സോയ ചങ്ക്സ് നമ്മൾ പുഴുങ്ങി പിന്നെ ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ പിന്നെ അതിൽ നല്ല വേവ് ആയിട്ടുണ്ട്. ക്യാരറ്റും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനതിലേക്കൊരു 3 സ്പൂണിലധികം ഉണ്ടാവും തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കേണ്ട. ഇതിൻ്റെ മസാലകളും അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറാനായിട്ടുള്ള കുറച്ച് തേങ്ങയും. എന്നതിന് ശേഷം അത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഞാൻ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ മിക്സിയുടെ
ജാറിലുള്ള കുറച്ചുകൂടി തേങ്ങയും വെള്ളവും കൂടി ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ പരുവത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ആ അപ്പത്തിനൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടുന്ന സമയത്ത് ഇനി ഞാൻ അതിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ, മണവും. ഇനി അതിലേക്ക് ഒരു അല്പം ഗരം മസാല, അല്പം മുളക് പൊടി, ഒരു കളറിന് വേണ്ടി. അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ വറവ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. എന്നതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. എന്തായാലും ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. ഇതേ അളവിൽ തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഇത് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. എന്തിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ചേരും. അപ്പോൾ നമ്മൾ ദോശയുടെ കൂടെയാണ് അത് ചേർത്ത് കഴിക്കുന്നത്. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.